ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നൊരു ഉച്ച സമയത്തെ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത്. പിന്നെ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല അല്ലേ. അതാ ഒരാൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ കയറി വന്നതാണ് കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറെന്താ, നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഒന്നാമത് ഇവിടുത്തെ റൈസ് നമ്മളെ ചിക്കനുമായിട്ട് അത്രയും മാച്ച് ആവുന്നില്ല അല്ലേ. അതെ, ഇവിടുത്തെ റൈസ് നമ്മുടെ നാട്ടിലെ റൈസ് അല്ലാത്തതുകൊണ്ട് മുന്നേ ഒരു നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നത്. പക്ഷെ ആ സമയത്ത് അല്ലേ, ആ സമയത്ത് നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ പക്ഷെ നമ്മൾ അന്ന് വാങ്ങിയത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്. ഇന്നിപ്പോൾ നമ്മൾ വേറെ അരി ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയ ഒരു വേറെ അരിയാണ് ഉള്ളത്. ബസ്മതി റൈസ് തന്നെ. പക്ഷേ ഇത് പലതരത്തിൽ ബസ്മതി റൈസ് തന്നെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ അത്ര ഒരു പിന്നെ ഇതായിട്ട് തോന്നിയില്ല അല്ലേ. പക്ഷെ എന്നാലും പിന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ അല്ലേ. പക്ഷെ നാട്ടിലൊന്നും സാധനങ്ങൾ ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ്. ഒന്നും ഇവിടെ കിട്ടൂല. നമുക്ക് സാധാരണ അരി കിട്ടൂല, അതുപോലെ നെയ്ച്ചോറിൻ്റെ അരി കാര്യങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡൽഹി ഏരിയയിലൊക്കെ ആണെന്ന് കിട്ടും കേട്ടോ. പക്ഷേ ഇവിടെ ഇങ്ങോട്ടേക്ക് നമ്മുടെ ആ ടൈപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കുറവല്ലേ. അതുകൊണ്ടാണ് ഇവർ മാർക്കറ്റിൽ കൊണ്ടുവെക്കാത്തത്. കാരണം സൗത്തിലെ ആൾക്കാരൊക്കെ പൊതുവെ ഇങ്ങോട്ട് കുറവല്ലേ. ഡൽഹിയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാ ടൈപ്പ് സാധനങ്ങളും കിട്ടും. അപ്പോൾ ഏതായാലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഇന്നത്തെ ഒരു ഉച്ച തൊട്ടു രാത്രി വരെയുള്ള ഒരു അറിയില്ല എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാം. ഇന്ന് നല്ല കാലാവസ്ഥ കേട്ടോ, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓൺലൈനിലൊക്കെ കാണിക്കുന്ന ഫോണിലൊക്കെ വെതർ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പിന്നെ സ്നോഫോളാണ് കാണിക്കുന്നത്, ക്ലൗഡിയാണ് കാണിക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, പക്ഷെ അങ്ങനെ കാണിച്ചു ഉണ്ടാവാറുണ്ട്. ഇന്നലെ അതുപോലെ രാത്രി നല്ല ചെറുതായിട്ടല്ലേ ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല, രാത്രി മഴയാണോ അതോ നാളെ നല്ല മഴ സ്നോഫോളും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഫോണ് ചിലപ്പോഴൊക്കെ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പോൾ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു ഇവിടുന്ന്. കാരണം അവരെ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു കളിസ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് നമ്മളെ വീടിനെ ഡെയിലി. അതുകൊണ്ട് നമുക്കിപ്പം പിന്നെ അടിച്ചു വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം മണ്ണ് അങ്ങനെയല്ല, പക്ഷെ എന്നാലും ഇപ്പം പിന്നെ കാറ്റടിക്കുന്ന അതെ മണ്ണും കാര്യങ്ങളും എടുത്തിട്ട് അവർ കളിക്കുന്നത് ഫുള്ളായിട്ട്. ഞാൻ കാണിച്ചു തരാം അവരുടെ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാണിച്ചു തരാം. അവരുടെ കടയായതേട്ടാ, ഒരുപാട് സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെ, പഴയ നമ്മൾ ദീപാവലിക്ക് വാങ്ങിയ ആ സമയത്ത് ദിയ ഇല്ലേ, അപ്പൊ ആ സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പഴയ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ മണ്ണ് നിറച്ച് കുറെ ഇലയെല്ലാം മുറിച്ചിട്ട് ഇവര് കേക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുപ്പിയിലൊക്കെ ഉണ്ട് സാധനങ്ങൾ. രാവിലെ തൊട്ട് ഉച്ച വരെ ഇവിടെ തന്നെ ആയിരിക്കും. ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ട് ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നുണ്ടേ. ഇതില് മസാല കാര്യങ്ങളൊന്നും ഇട്ടില്ല, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇടാനും അത്രേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറ് വെക്കേണ്ട അരി ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഇവിടുത്തെ അരി കേട്ടോ. നമ്മളെ നാട്ടിലെ അരിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ചോറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കുമ്പോൾ മനസ്സിലാവും. ഇത് നമ്മുടെ നാട്ടിലെ അരിയുടെ പിന്നെ ഒരു ഇതേ അല്ല, ടേസ്റ്റേ അല്ല ഇതിനുള്ളത്. ഇതാ നമ്മുടെ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കക്കരിയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. ദഹി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് റെഡിയാക്കണത്രേ. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സാറ് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ പുള്ളി കൊണ്ടുവന്ന അച്ചാറാട്ടോ, നല്ല നാട്ടിലെ നാടൻ മാങ്ങിയ അച്ചാർ. പുള്ളീൻ്റെ വീട്ടിൽ നിന്ന് ഇട്ട അച്ചാർ തന്നെയാണ് ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. പിന്നെ പുള്ളി കൊല്ലം സൈഡിലാണ്, അപ്പോൾ തെക്കൻകാരുടെ അച്ചാറാണിത്. ഒരാളിവിടെ ക്ലീനിങ് പണിയിലുള്ളത്. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ പിന്നെ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ തീ കായാൻ വേണ്ടി ഇരിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ കുറേ ഇത് പൊടിയും കാര്യങ്ങളായതിൻ്റെയാണിത്. തീ ഇട്ടിട്ട് അതിൻ്റെ വെണ്ണീരും കാര്യങ്ങളാണ് കാണുന്നത്. പിന്നെ ഉച്ച സമയത്തല്ല ഇവർ വെയിലത്തിരുന്നിട്ട് ഇവിടുന്ന് പച്ചക്കറി അരിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ പച്ചക്കറിയും കാര്യങ്ങളും അരിഞ്ഞതിൻ്റെ ഉള്ളിത്തോലും കാര്യങ്ങളെല്ലാം ആ സൈഡിലുള്ളത്.
ഇന്ന് നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ തുണി അലക്കി ഇടാൻ പറ്റിയ ദിവസമാണ്. അപ്പുറത്തെ ആൾക്കാരൊക്കെ തുണിയെല്ലാം അലക്കി ഇട്ടിട്ടുണ്ട്, നമ്മുടേത് മാത്രം കാലിയുണ്ട്. അതെ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇതിപ്പം ഇല കൊഴിയുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് കരിയിലകൾ കരിയിലകൾ ഫുള്ള് പാറി പാറി ഇവിടെ വരുന്നുണ്ട്. മൊത്തം നമ്മുടെ മുറ്റത്താണ് ഉള്ളതല്ലേ. അതെ, എവിടെയെങ്കിലും കാറ്റ് കാരണം പാറി വരുന്നതാ ഇതെല്ലാം. നമ്മളെ അടുക്കളയിൽ ഇതുപോലെ വെന്റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതുപോലെ ജനൽ തുറന്ന് വെക്കണം. എന്തെങ്കിലും കുക്കിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മളില്ല, അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ട്. കാരണം അതുകൊണ്ട് എല്ലാം ഭയങ്കര പുകയും ആയിരിക്കും. വെന്റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്മെല്ലും കാര്യങ്ങളും എല്ലാ റൂമിലേക്കും സ്പ്രെഡ് ആവും. അതുകൊണ്ട് നമ്മളിങ്ങനെ ജനലിങ്ങനെ തുറന്നു വെക്കും. ഇപ്പോഴത്തെ വീട്ടിലെല്ലാം ആള് വന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയില് കാണിച്ചില്ലേ പുതിയ ദീദി എന്ന് പറഞ്ഞിട്ട്. റിപ്പബ്ലിക് ഡേ ഇവര് കുറച്ച് ദിവസം വന്നിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടുണ്ടാവുള്ളൂ. ഒരു മാസം ആയിട്ടുണ്ടാവുള്ളൂ. അത് അവര് നല്ല കമ്പനിയാണ്. പിന്നെ അത്യാവശ്യം നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കും. അതുപോലെ അങ്ങനെ ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്ക് പോലെ അയൽവക്കം പോലെ തന്നെ. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള സ്പെഷ്യൽ എന്തെങ്കിലും അവർക്ക് കൊടുക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പരിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. പരിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇവരെന്തെങ്കിലും ഒരു പാത്രത്തിൽ തന്നാല് തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് വെറും പാത്രം കൊടുക്കാൻ. നമ്മളെ നാട്ടിലൊക്കെ കൊടുക്കും, പക്ഷെങ്കിൽ ഇവരങ്ങനെ കൊടുക്കൂലല്ലോ. അന്നേരം എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പരിപ്പൊടി ഉണ്ടാക്കിയത്. അതെ, മുന്നേ ഒരിക്കൽ നമ്മള് കണ്ണൂർ കളത്തപ്പം ഉണ്ടാക്കിയിട്ട് കൊടുത്തിന്. അന്നേരം ഇവരില്ല, ഇവരുണ്ട്. പക്ഷെ അവര് വന്ന സമയമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത്ര കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല അവരുമായിട്ട്. പിന്നെയാണ് പതുക്കെ പിന്നെ അത്ര കോണ്ടാക്ട് ആയത്. അപ്പോ അന്ന് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പരിപ്പൊടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതെ, അവരങ്ങനെ അധികം കഴിച്ച് ശീലമില്ലാത്ത സാധനങ്ങളല്ലേ. അതുകൊണ്ട് അപ്പൊ പിന്നെ നമ്മള് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക. അപ്പൊ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ്. വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഇവര് കടുകെണ്ണയിൽ ഇവര് ഉണ്ടാക്കുന്നതുകൊണ്ട് കടുകെണ്ണയുടെ ടേസ്റ്റ് എപ്പോൾ ഇവർക്ക് അറിയാലോ. അപ്പൊ വെളിച്ചെണ്ണ ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. വെയിലുണ്ടെങ്കിലും കാറ്റടിക്കുമ്പോൾ നല്ലതാണ് ഇപ്പൊ അല്ലേ. അതുകൊണ്ട് ആ മലയുടെ മുകളിൽ ഇപ്പോഴും കുറച്ച് ദിവസം മുമ്പ് വീണ മഞ്ഞ് അതുപോലെ തന്നെയുണ്ട് കേട്ടോ. താഴോട്ട് വീഴുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മലയുടെ മുകളിലൊക്കെ മൊത്തം ഐസ് അതുപോലെ തന്നെ ഉണ്ട്. നല്ല കട്ടിയിൽ വീണ മഞ്ഞാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും അത് അലിഞ്ഞു പോവാത്തത്. ഇനി ഇവിടുത്തെ ആകാശം കണ്ടില്ലേ, എപ്പോഴും നല്ല നീല നിറത്തിലായിരിക്കും കേട്ടോ. ശരിക്കും നമ്മളെ നാട്ടിൽ ഇതുപോലെ നീലത്തെ കാണാൻ പറ്റുമോ? ഫുള്ള് നീല കളറിലായിരിക്കും. നല്ല ഭംഗിയാണ് ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ പകുതി സ്ഥലത്ത് നീലാകാശവും അതുപോലെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് കാർമേഘം മൂടിയിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ വൈകുന്നേരം നമുക്കൊരു മഴ പ്രതീക്ഷിക്കാം. നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കളറാന്നല്ല. എരിവ് കൂടുതലുണ്ടോ എന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. പിന്നെ നമ്മുടെ നെയ്ച്ചോറും അതുപോലെ റെഡി ആയിട്ടുണ്ട്. അരിയുടെ ഒരു ഗുമ്മ ഉണ്ടെങ്കിൽ ഇവിടുത്തെ അരി ഈ രീതിയിലാണ്. ഇതിന്റെ മുകളിൽ വീണ്ടും നെയ്യാക്കോന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ നെയ്ച്ചോറിന്റെ മുകളിൽ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരു മഞ്ഞ കളർ ഉണ്ടാവില്ല. എന്താ കളറല്ലാത്ത മഞ്ഞ കളർ ചെറുതായിട്ട് ഇട്ടിച്ചു കൊടുക്കുന്നല്ലേ ഉള്ളൂ. ജസ്റ്റ് ഒരുപാടൊന്നും ഇടുമല്ലോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി വേണ്ട. ഇപ്പൊ നെയ്യ് ഉണ്ട്, നല്ല മണമല്ലേ. നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണേ. ഇതാ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും, പിന്നെ അച്ചാറുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചു തന്നെ. സലാഡുണ്ട്. സലാഡിന് അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ. തൈരിനൊക്കെ നല്ല പുളി ഉണ്ടായിരുന്നു. ഞാൻ എന്താ വെളുത്തുള്ളി അച്ചാറും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് എടുത്താൽ പിന്നെ അതിന്റെ രുചി മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് വേറെ എന്തൊരു രുചി അറിയാൻ പറ്റില്ല. അതെ, ഏതായാലും നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് കാണാം. നമ്മളങ്ങനെ ചോറെല്ലാം തിന്നിട്ട് ഇപ്പം ചൂട് കാര്യമായിരുന്നിട്ടാണ് കേട്ടോ. പുറത്ത് തീയിട്ടില്ല. ഇപ്പം നമ്മൾ ഹീറ്ററിൻ്റെ കൊണ്ടൊക്കെ ഇരിക്കല. കാണിച്ചു തരാം. ഫുൾ ടൈം ഇത് ഓണാക്കി, ഫുൾ ടൈം അല്ല, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തണുപ്പ് കൂടുതൽ തോന്നുമ്പോൾ ഇത് ഓണാക്കും. ഒരാളിവിടെ സ്പ്രൈറ്റ് കുടിക്കുന്നുണ്ടേ.
ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു സ്പ്രൈറ്റ് അല്ല മൗണ്ടൻ ഡ്യൂ നിർബന്ധം. പിന്നെ ഇടിയുള്ള ഉള്ളോടെടുത്ത് കുടിക്കുന്നല്ലാണ്ട് ഇപ്പൊ ഞാൻ ഈ സാധനത്തിന് അഡിക്റ്റ് ആണ് സത്യം പറഞ്ഞത്. ഈ സാധനത്തിന് ദഹനത്തിന് ബെസ്റ്റ് അല്ലേ. നമ്മള് ബാക്ക്ഗ്രൗണ്ടിൽ ആരും മെയിൻ ചെയ്യണ്ട കേട്ടോ. ഈ രണ്ടാളെപ്പോഴും ഇവിടെ വരുന്നതാണ് എന്നിട്ട് എന്തെങ്കിലും എല്ലാം തിന്നാൻ കിട്ടും നേരിച്ചിട്ട് ഇങ്ങനെ വരും. കുറച്ച് അരി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. ഇതിട്ട് കൊടുക്കാം. ഹായ് കനൻ, മമ്മ ക്യാ കർ രഹാ ഹൈ? സോയി വരുന്നില്ല. ഇങ്ങോട്ട് വാടാ. ഹേ കനൻ इधर आ जा. सानवी सो गया. हाँ? हाँ? अक्षतम क्या कर रहा है? अक्षतम स्लीप. ओके. पापा ऑफिस जा रहे हैं. यस ऑफिस. पापा तो पहले हाँ पापा पहले के ऑफिस चल गए. ഒരാളും കൂടി ഉണ്ട് ഇവളപ്പുറം കളിക്കാൻ വേണ്ടി. പക്ഷെ ഓളിപ്പോൾ ഉറങ്ങലാന്ന് തോന്നുന്നു. ദുഃഖാനിയൊക്കെയാ. ലേഡീസൊക്കെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കണ്ട അവിടെ മഞ്ഞ് വിടുക, മലേൻ്റെ മുകളിൽ മഞ്ഞ് വിടുന്നുണ്ട്. ഇങ്ങനെ ഒരു മാതിരി മൂടൽ മഞ്ഞ് പോലെ കാണുന്നുണ്ടോ അവിടെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണെടുക്കും. എന്നാലും ഇവിടെ ഒടുക്കത്തെ തണുപ്പുമായിരിക്കും. ചിലപ്പോൾ എന്നിട്ട് ഇവിടെ മഴ പെയ്യലുണ്ട്. മഴ പെയ്ത് കുറച്ച് കഴിയുമ്പോൾ മഞ്ഞിൻ്റെ ചെറിയ ചെറിയ ഇതുണ്ടാവും. ഇന്ന് പക്ഷെ മഴ പെയ്യുമോയെന്നറിയില്ല. നന്നായിട്ട് ഇവളെ എൻ്റെ വർത്താനം കേട്ടിട്ട് ഇങ്ങനെ നോക്കുക. ഇവരെന്ത് ഭാഷയായി പറയണേന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇവർക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ ഭാഷ കേൾക്കും ചിരി വരും. നമുക്ക് അവരുടെ ഭാഷ കേൾക്കുമ്പോൾ വെറും ഹിന്ദിയല്ല, മറ്റേ എന്താ ജമ്മു ഇവരുടെയൊക്കെ ഭാഷ എന്ന് പറയുന്നത് ഡോഗ്രി എന്ന് പറയുന്ന ഭാഷ. അപ്പോൾ നമ്മുടെ ലിപ്സിയൊക്കെ ഇല്ലേ, ഓളതൊന്നും ഹിന്ദിയല്ല. അവൾ ഒഡീഷയിലാകുമ്പം ഒഡിയ ആയിരിക്കില്ലേ. അപ്പോൾ അവരൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർത്താനമാണ്. അപ്പോൾ ആൾക്കൊക്കെ ചിരി വരും കേൾക്കുമ്പോൾ. അതേമാതിരി ഇവളും ഇങ്ങനെ എൻ്റെ ഭാഷ എടുത്ത് ചിരിക്കുക. ക്യാ ഹൈ? आग. आग जले गया ना. आग जलाएंगे. हाँ आग जलाएंगे. फायर. നമ്മളെല്ലാ ദിവസവും ഇവിടെ തീയിടരുതാണല്ലേ. मम्मा के बोलो. हाँ ओके. डोंट गो. रुको. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് മറ്റേ പിന്നെന്താ നമ്മളെ പള്ളിയിലെ ബാങ്ക് കേൾക്കുന്നില്ലേ. ഇവിടെ ഇഷ്ടംപോലെ പള്ളികളുണ്ട് കേട്ടോ. ज़्यादा पेड़ नहीं. देखो मैं घास में हूँ. हैं बुशबू? घास में हूँ. घास में? क्या? डोर बंद करो. हाँ मुझे नहीं मालूम. आंटी क्या आता है? आंटी. आंटी. हाँ. ओके. आप इधर दुकान की आंटी. नहीं ഇവിടെ പറയാ ഞാൻ വീടേക്കാരാണ്. എനിക്ക് फिर आप കളിക്കാനോ? आप और लोग बंदे. नहीं I'm busy. क्या? അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ രാത്രിയൊന്നും ഇല്ല, ഒരു 6:30. കുട്ടികളെല്ലാം പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഇരുടാവുന്നതുകൊണ്ട് പിന്നെ രാത്രിയായ പോലെ തോന്നും. അപ്പോൾ നമ്മൾ തീ കൂട്ടാൻ വേണ്ടിയിട്ട് മരക്കഷ്ണം പൊറുക്കാൻ വേണ്ടി പോക്കട്ടെ. ഇതിൻ്റെ ബാക്കിൽ ഉണ്ട്, ഞാൻ കാണിച്ചാൽ. I am taking video for YouTube. हाँ? Take movie या shoot movie? हाँ? Shoot movie. മൂവി नहीं, വീഡിയോ, വ്ളോഗ്. Vlog. ഇതാണ് കേട്ടോ ഇവരെ പച്ചക്കറി.
ഗാർഡൻ നമ്മൾ ഇന്നാളെ ഒരിക്കൽ കാണിച്ചിരുന്നു മറ്റേ ഹോം ടൂർ ചെയ്യുന്ന സമയത്ത്. ഇതായി ഇങ്ങനെയായിട്ടുണ്ട്. ദീദി ये क्या है? पालक एंड This is palak. हाँ Next methi. मित्ती Methi. मेथी. हाँ कसूरी मेथी. Kasturi methi. हाँ ओके ओके ओके. This small. हाँ दिस इज प्याज. प्याज नहीं, Lasun. लहसुन. लहसुन इन इंग्लिश Garlic. ഗാർലിക്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ പച്ചക്കറി കേട്ടോ. നമ്മൾ കുറച്ച് ഇതുപോലെയുള്ള കഷ്ണങ്ങൾ പൊറുക്കി ഇതിൻ്റെ അകത്ത് ഇടണം. ഇതാ ഈ കുട്ടികൾ അപ്പുറത്തെ വീട്ടിലെ കോട്ടത്തിലാണ് കേട്ടോ. ഇവിടെ അമ്മയും പട്ടാളത്തിലാണ്. അപ്പോൾ അവളമ്മ അച്ഛനല്ല കേട്ടോ. ഹലോ ഗായ്സ്. അച്യുതാം അച്യുതാം അച്യുതാം. आजा आजा आजा. हाँ वीडियो बना रहे आंटी. हेलो आप वीडियो बना रहे हैं ना? हाँ वीडियो बना रहे. क्या? देखो गाइस ये छोटे बच्चों की साइकिल पे बैठी है. ये छोटी बच्ची है वो अश्युतम की साइकिल है. ആ അവളെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവള് വലിയ കുട്ടിയല്ലേ. അപ്പോൾ കുഞ്ഞി കുട്ടികളെ സൈക്കിളിൻ്റെ അകത്ത് അവൾ ഇരുന്നിട്ടില്ലേന്നാ പറയുന്നത്. ദൈവൻ്റെ സൈക്കിളായത്. അപ്പോൾ വലിയ കുട്ടി ആ സൈക്കിളിൻ്റെ മുകളിൽ ഇരുന്നിട്ട്. അങ്ങനെ നമ്മുടെ ക്യാമ്പ് ഫയർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ തീ കായുന്നതുകൊണ്ട് ഇത് തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടു തന്നെ കേട്ടോ. ഇതാണ് ഇവരുടെ പഞ്ചീരി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതിൽ ഒരുപാട് നട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഗീ നട്ട്സ്, പിന്നെ കാഷ്യൂ നട്ട്സ്, അങ്ങനത്തെ എല്ലാവിധ നട്ട്സും. ഇനി കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് തീ കായും. പക്ഷേങ്കിൽ ഇതിൻ്റെ പുക ഓവറായിട്ട് കൊണ്ട് എനിക്ക് അപ്പുറത്ത് തലവേദന എടുക്കാൻ തുടങ്ങി. ഞാനൊരിക്കൽ പെട്ടുപോയി. ഒരു ദിവസം രാത്രി ഇതേമാതിരി കുറേ സമയം ഇങ്ങനെ ഇരുന്നു. രാത്രി എനിക്ക് ഉറങ്ങാനാവുന്നുണ്ടായില്ല. കാരണം തലവേദന വന്നിട്ട് ഇതിൻ്റെ പുകയടിച്ചിട്ട്. അപ്പോൾ കുറച്ച് റിസ്ക്കാണ്. പക്ഷെ എന്നാലും ഈ തണുപ്പത്ത് ഇത് നല്ല സുഖമാണ് കേട്ടോ. ഇങ്ങനെ കൊള്ളാൻ ഒരു കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ ഞാൻ കാപ്പിയൊന്നും വെച്ചിട്ടില്ല. നമ്മളിടയ്ക്ക് കാപ്പിയൊക്കെ വെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.